വിമാനയാത്രയ്ക്കിടെ ഒരു യുവതിയുടെ സുഖപ്രസവം ആകാശത്ത്. മസ്കറ്റിൽ നിന്നും മുംബൈയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് യുവതി പ്രസവിച്ചത്. ഏതാണ്ട് 38,000 അടി ഉയരത്തിൽ വിമാനം പറക്കുമ്പോഴാണ് ഈ പ്രസവം നടന്നതെന്ന് കൂടി ആലോചിക്കുക. ഈ ഫ്ലൈറ്റിനകത്ത് ഡെലിവറി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു റെയർ കേസാണ്. മിക്ക ഫ്ലൈറ്റുകളിലും ഇത്ര മാസം കഴിഞ്ഞാൽ പിന്നെ പറക്കാൻ അനുവദിക്കാറില്ല. എന്റെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പുറത്തായിരുന്നേ. അവിടെ ഹോസ്പിറ്റലിൽ ജനുവരി 1-ാം തീയതി, അതായത് ന്യൂ ഇയറിന് അന്ന് പ്രസവിക്കുവാണെങ്കിൽ ഗോൾഡൻ സ്പൂൺ കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ, ഭയങ്കര ഭാഗ്യമായി പോയോണ്ട് അമ്മയ്ക്ക് കറക്റ്റ് 3 ദിവസം മുമ്പ് പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പ്രസവിച്ചു. ആ ഗോൾഡൻ ചാൻസ് അങ്ങ് നഷ്ടപ്പെടുത്തി. അതുപോലെ നമ്മൾ ഫ്ലൈറ്റിനകത്ത്, ഇത് റെയർ കേസാണ്, ഫ്ലൈറ്റിനകത്ത് നമ്മൾ പ്രസവിക്കുവാണെങ്കിൽ ആൾക്കാർ പ്രസവിക്കുവാണെങ്കിൽ ആ കുട്ടിയുടെ ചില എയർലൈൻസ് ആ കുട്ടിയുടെ ഫുൾ ചെലവ്, ഈവൻ പഠിക്കുന്ന ഉൾപ്പെടെയുള്ള ഫുൾ ചെലവ് ആ എയർലൈൻസ് ഏറ്റെടുക്കും. ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തല്ലേ. പിന്നെ എല്ലാവർക്കും ഉള്ള മെയിൻ ഡൗട്ടാണ് ഈ കുട്ടി ഏത് നാഷണാലിറ്റി വരും. കാരണം എയറിലാണല്ലോ. എവിടെ ചേർന്നു പ്രസവം? സുഖപ്രസവം. അതെ, ഞങ്ങൾ എയറിലായിരുന്നു. അത് 2-3 കാരണങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതായത് പേരൻസിന്റെ നാഷണാലിറ്റി വെച്ചിട്ട് ആ കുട്ടിയുടെ നാഷണാലിറ്റി വേണമെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ചില എയർലൈൻസ് എവിടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് എവിടെയാണോ ഉള്ളത് ആ സ്ഥലം നാഷണാലിറ്റി ആയിട്ട് ആ കുട്ടിയുടെ കൊടുക്കാറുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ എയർലൈൻസ് ആൻഡ് അവരുടെ റൂൾസ്. വേറൊരു സാധ്യത ഉള്ളത്, ആ പ്ലെയിൻ എവിടെയാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്, അവർ പോകുന്ന പ്ലെയിൻ, ആ സ്ഥലവും അവരുടെ നാഷണാലിറ്റി, ജനിക്കുന്ന കുഞ്ഞിന്റെ നാഷണാലിറ്റി ആയിട്ട് സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു റെയർ ആൻഡ് ഒരു ഭാഗ്യം പ്ലസ് ഒരു റിസ്കി എലമെന്റ് ആണ് എന്ന് വേണം പറയാൻ. പക്ഷെ ഇങ്ങനെ പ്രസവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈവൻ ഇന്ത്യയിലും പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്ലൈറ്റിൽ അറിയായിരിക്കില്ല, നമ്മളൊന്നും പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല. പക്ഷെ പെട്ടെന്ന് ഇതിപ്പോ എയർ ഇന്ത്യ ആണ്, പേടിച്ചിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഫ്ലൈറ്റിന്റെ കണ്ടന്റ് ഇതെന്ന് പറഞ്ഞ് വാവാക്കുട്ടിന്റെ കുടുംബക്കാരൊന്നും വന്ന് വീണ്ടും എന്നെ എയറി കേട്ടില്ല. ഓൾറെഡി ഞാൻ എയർ ഇന്ത്യയില്ല.